ശ്രീലേ നമസ്കാരം. നമസ്തേ പ്രശാന്ത്. ശ്രീലേ, നമ്മുടെ സുപ്രീം കോടതി വീണ്ടും ഒരു വളരെ കാലിക പ്രാധാന്യമുള്ള ഏറ്റവും പ്രസക്തമായ ഒരു വിധി പറഞ്ഞിരിക്കുന്നു. അതായത് മതം മാറുന്ന പട്ടികജാതിക്കാർക്ക്, പട്ടികവർഗക്കാർക്ക് സംവരണാദി ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. മാർച്ച് 24, 2026 മാർച്ച് 24 സുപ്രീം കോടതി തന്നെ പറഞ്ഞ വിധിയെ രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിരിക്കുന്നു. അതായത് ഈ മതം മാറ്റം ബുദ്ധ, ജൈന, സിഖ് മതങ്ങളിൽ ഒഴിച്ച് മറ്റേതെങ്കിലും സെമറ്റിക് മതങ്ങളിലേക്ക് മതം മാറുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള പട്ടികജാതി ആനുകൂല്യങ്ങൾ, പട്ടികജാതിയിൽപ്പെട്ടവർ മാറുമ്പോഴാണ് ആനുകൂല്യങ്ങൾ കിട്ടില്ല, അതിന് അർഹതയില്ല എന്ന് പറഞ്ഞ് പുനഃപരിശോധനാ ഹർജി തള്ളിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? യഥാർത്ഥത്തിൽ വളരെ സുപ്രധാനമായ ഒരു വിധിയായി തന്നെ ഈ വിധിയെ കാണണം. ഈ വിധി സാമൂഹ്യപരമായി പല നല്ല കാര്യങ്ങൾക്ക് തുടക്കമിടുന്ന ഒരു വിധിയാണ് എന്നാണ് പറയാൻ കഴിയുന്നത്. നേരത്തെ നമുക്കറിയാം, പട്ടികജാതി വിഭാഗങ്ങൾ മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യാനിടയായ ചില സാഹചര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളുടെ മറവിൽ ചില സെമിറ്റിക് മതങ്ങൾ ഇന്ത്യയിലെത്തുകയും അങ്ങനെയാണ് പലരെയും മതപരിവർത്തനം നടത്തുകയും ഒക്കെ ചെയ്തു കൊണ്ടുപോയിട്ടുള്ളത്. ആ മതപരിവർത്തനം നടത്തുമ്പോഴും അവർക്ക് ഈ പട്ടികജാതി പദവി, പട്ടികവർഗ പദവി നിലനിന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹിന്ദു മതത്തിലെ അധസ്ഥിത വിഭാഗങ്ങൾ എന്ന് അന്ന് നേരത്തെ പറഞ്ഞിരുന്ന അങ്ങനെ ചില ആൾക്കാർ, അവര് വളരെ ചൂഷണം ചെയ്യപ്പെട്ടിരുന്ന ആൾക്കാരാണ്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതായിരുന്നു ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ളവർക്ക് നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ആ സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ ആ സാഹചര്യങ്ങൾ മാറിയെങ്കിൽ പോലും അവർക്ക് മാത്രമാണ് സംവരണമുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവർ മറ്റു മതങ്ങളിലേക്ക് പോയാൽ, മറ്റു മതങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് മാറുന്നത്. അപ്പോൾ ആ മതങ്ങളിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ മതങ്ങളില്ല, അത്തരം പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയുന്നത് അതൊരു വളരെ എന്താണ് അൺഎത്തിക്കലായ കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് അവിടെയും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷെ അവരുടെ പറച്ചിൽ അതില്ല എന്നുള്ളതാണ്. കാരണം ഈ മതം മാറിയവർക്ക് പ്രത്യേക പള്ളികൾ, മതം മാറിയവർക്ക് അവരുടെ ആ മതം മാറി വന്നിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ അവരുടെ ആൾക്കാർ, അതേപോലെ മതം മാറി വന്നവരല്ലാതെ സാധാരണഗതിയിൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന, നേരത്തെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ വിവാഹം കഴിക്കുക പോലുമില്ല. എന്റെ അടുത്തൊക്കെ പരിവർത്തിത ക്രൈസ്തവർക്ക് വേണ്ടി പ്രത്യേക പള്ളികളൊക്കെ ഉണ്ട്, പരിവർത്തന ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള പള്ളികൾ. പ്രത്യേക പള്ളിയും പ്രത്യേക സെമിത്തേരിയും ഒക്കെ ഉണ്ട്. തീർച്ചയായും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഈ പാവങ്ങളെ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞ് മതം മാറ്റിക്കൊണ്ടുപോയി അവരെ വേറൊരു രീതിയിലേക്ക് നയിച്ചിട്ടുള്ളതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഹിന്ദു മതത്തിൽ നിന്ന് ഇനി സിഖ്, ബുദ്ധ മതങ്ങൾ ഒഴികെ ബാക്കി ഏത് മതത്തിലേക്ക് പരിവർത്തനം ചെയ്താലും പട്ടികജാതി പദവി, പട്ടികവർഗ പദവി നിലനിൽക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാർച്ച് 24 ഉത്തരവ്, അതായത് 2026 മാർച്ച് 24 ഉത്തരവ്, അത് സുപ്രീം കോടതി ശരിവെക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഇപ്പോൾ ജസ്റ്റിസ് പ്രശാന്ത് കുമാർ മിശ്ര, ജസ്റ്റിസ് മൻമോഹൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് അത് പുനഃപരിശോധിക്കാൻ കഴിയില്ല, അത് അങ്ങനെ തന്നെയാണ് എന്ന് പറയുകയും ചെയ്തു. തള്ളിക്കളഞ്ഞു. മുൻവിധിയിൽ ഇടപെടാൻ തക്ക സാഹചര്യങ്ങളൊന്നും നിലവിലില്ല എന്നും ആ വിധിയിൽ തെറ്റില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മതം മാറിയാൽ പട്ടികജാതി സംവരണം നഷ്ടമാകുമെന്നാണ് വിധി സൂചിപ്പിക്കുന്നത്. കേസിൽ ഒന്നുകൂടി വാദം കേൾക്കണം എന്നൊക്കെ ഇവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ആവശ്യങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് നിരാകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പട്ടികജാതിക്കാർ ക്രിസ്തു മതത്തിലേക്ക് മാറിയാൽ ഉടൻ പട്ടികജാതിക്കാർ അല്ലാതാകും എന്നാണ് 3 വ്യവസ്ഥകൾ പ്രകാരം അല്ലാതാകുന്നുണ്ട്. എന്നാൽ 3 വ്യവസ്ഥകൾ പാലിച്ചാൽ അവർക്ക് വീണ്ടും പുനഃപരിവർത്തനം ചെയ്ത് വരാൻ പോലുമുള്ള സാഹചര്യമുണ്ട്. വീണ്ടും പട്ടികജാതി പദവി നേടാൻ കഴിയും. ആ പദവി നേടാൻ കഴിയണമെങ്കിൽ അതിന് 3 കാരണങ്ങളുണ്ട്. 3 കാര്യങ്ങൾ പ്രധാനമായും വേണം. അതൊന്ന്, പട്ടികജാതി വിഭാഗത്തിൽ തന്നെ ആയിരിക്കണം പുനഃപരിവർത്തനം ജനിച്ചത്. അതായത് ഇവർ ജനിച്ചത് പട്ടികജാതി വിഭാഗത്തിലാണെങ്കിൽ ആ പട്ടികജാതി വിഭാഗത്തിലേക്ക് തന്നെ പരിവർത്തനം ചെയ്യാൻ കഴിയും. അതുപോലെ തിരിച്ചു വരാം. അതുപോലെ ഹിന്ദു, സിഖ്, ബുദ്ധ മതത്തിലേക്കുള്ള പരിവർത്തനം അത് യാഥാർത്ഥ്യമായി സംഭവിച്ചതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വരാം. 3, ഏത് ജാതിയിലാണോ ജനിച്ചത് ആ സമൂഹം അവരെ മടക്കി വിളിക്കണം എന്നുള്ളതാണ്. ആ സമൂഹം അവരെ അംഗീകരിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ, ഈ വ്യവസ്ഥ പാലിക്കാനായാൽ ഈ പുനഃപരിവർത്തനം ചെയ്ത് അവർക്ക് പട്ടികജാതി പദവി നിലനിർത്താൻ കഴിയും. ഇപ്പോ നമുക്കറിയാം, പലരും ഇങ്ങനെ ജാതിയൊക്കെ മാറിയ ശേഷം പലരും ഈ ആനുകൂല്യത്തിലാണ് പലരും ജോലിക്ക് കയറിയിരിക്കുന്നതും. നമുക്കറിയാം, പല രാഷ്ട്രീയ നേതാക്കന്മാരും മത്സരിക്കുന്നത് പോലും, പട്ടികജാതി സീറ്റുകളിൽ മത്സരിക്കുന്നത് പോലും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷ്, ബിജു,
അങ്ങനെ പലരും ഉണ്ട് ഇത്തരത്തിൽ അതെ അതെ മത്സരിച്ചിട്ട് അതെ വിജയിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഭാഗത്തെ ഫലപ്രദമായി അവരുടെ സംവരണത്തെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ട് അവിടെയും ആനുകൂല്യങ്ങൾ നേടുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടുവരികയായിരുന്നു. ഏതായാലും അതിന് സുപ്രീം കോടതി തടയിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ആന്ധ്രയിൽ ഈ കേസിന് കാരണമായ സാഹചര്യം, ആന്ധ്രയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മതം മാറി പാസ്റ്ററായി, പിന്നെ അതിനുശേഷം നാട്ടുകാർ തന്നെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരോടുള്ള അക്രമം നൽകി, അതായത് SC/ST അട്രോസിറ്റി ആക്ട് അനുസരിച്ച് പരാതി നൽകി. അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം. അതായത് ഈ നിയമത്തെ കൂടി ദുരുപയോഗപ്പെടുത്തുകയാണ്. അത് ക്രിസ്ത്യാനികളായി എന്നിട്ടും ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് SC/ST അട്രോസിറ്റി ആക്ട് കൂടി അത്തരത്തിൽ വലിച്ചഴിച്ചുകൊണ്ടൊരു കേസിന് പോയപ്പോഴാണ് സുപ്രധാനമായി വിധിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താഴെ തട്ട് മുതൽ കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ ഈ പാസ്റ്റർ തോറ്റു. ഒരിടത്ത് പോലും പാസ്റ്ററിന് അനുകൂലമായ വിധി കിട്ടിയിട്ടില്ല. അതാണ്, ഒരേ വിധിയാണ് എല്ലായിടത്തും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ മതം മാറിയതിനാൽ പട്ടികജാതി വർഗ്ഗക്കാരോടുള്ള അക്രമം തടയൽ നിയമപ്രകാരം ഇത് ഇയാൾക്ക് ബാധകമല്ല എന്ന് കാണിച്ച് പ്രതി ഹൈക്കോടതിയിൽ പിന്നീട് ഹർജി നൽകി. അങ്ങനെ അതിലും അത് അംഗീകരിച്ച ഹൈക്കോടതി പോലീസ് കേസ് ഇതുമായി ബന്ധപ്പെട്ട് റദ്ദാക്കുകയും ചെയ്തു. അതായത് ഒരാൾക്കെതിരെ നൽകിയ പരാതിയാണ്. ആ പരാതിയിൽ പാസ്റ്റർക്കെതിരെ പ്രതി ജാതി മാറിയതുകൊണ്ട് നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. അത് പ്രകാരം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞത് പ്രകാരം ഈ കേസ് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത് ചോദ്യം ചെയ്തുള്ള അപ്പീലിലാണ് സുപ്രീം കോടതി ഈ കാര്യങ്ങൾ ശരിവെച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ക്രിസ്ത്യാനിക്ക് പട്ടികജാതി പട്ടികവർഗ്ഗക്കാരോടുള്ള അക്രമം തടയൽ നിയമപ്രകാരമുള്ള പരിരക്ഷയില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ഇത്തരത്തിലുള്ള പരിഗണനകൾ കിട്ടാതെ വരുമ്പോൾ ഇനി എന്ത് നീക്കമായിരിക്കും ഈ വിഭാഗം നടത്തുന്നത് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. പലരും മതം മാറി തിരിച്ച് സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഇതിന്റെ പിന്നിൽ മറ്റൊരു ഒരു ചോദ്യം എനിക്ക് അവിടെ ഉണ്ട്. അതെ, അതേക്കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പൊ FCRAയിൽ കൂടെ ഭേദഗതി വരികയും നിയമം കൂടുതൽ കർക്കശമാവുകയും ഈ മതപരിവർത്തനത്തിന് വിദേശ ഫണ്ട് വരുന്നതിന്റെ ആ വരവ് നിലയ്ക്കുകയും ചെയ്താൽ പിന്നെ ഈ മതപരിവർത്തന കച്ചവടം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകില്ല എന്ന് നമുക്ക് കരുതാം. ഈ ഒരു വിധി അതിന് സഹായകരമല്ലേ? തീർച്ചയായിട്ടും ഈ വിധി അതിന് സഹായകരമാണ്. നമുക്കറിയാം ഈ FCRA ഫണ്ടുകൾ പലപ്പോഴും കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഇത്തരത്തിലുള്ള ആൾക്കാരെ മതം മാറ്റാൻ അതുവഴിയുള്ള സേവനങ്ങൾ, ചെറിയ ചെറിയ സേവനങ്ങളായിരിക്കും കൊടുക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ കളിയാക്കി നമ്മുടെ നാട്ടിലൊക്കെ പറയുമായിരുന്നു ഒരു പാൽപ്പൊടിയും പിന്നെ എന്തെങ്കിലും ഒരു സൈക്കിളും കൊടുത്താൽ മതം മാറി പോകുന്നവരാണ് ഇവരെന്ന് നമ്മൾ പറയുമായിരുന്നു. അപ്പൊ അതുപോലെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ധനസഹായങ്ങൾ നൽകിക്കൊണ്ട് ഇവരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള FCRA ഫണ്ടും അത്തരത്തിൽ പലപ്പോഴും വകമാറ്റി ചെലവഴിക്കുന്നുണ്ട്. ഹിന്ദുവിനാണെങ്കിൽ അത്തരത്തിലുള്ള മാർഗങ്ങളുമില്ല, അത്തരത്തിൽ ഫണ്ട് കിട്ടാനുള്ള മാർഗങ്ങളുമില്ല, മതപരിവർത്തനത്തിനായി അവർ പണം നീക്കി വെക്കാറുമില്ല. അതൊരു കൾച്ചർ ആയതുകൊണ്ട് തന്നെ മതം എന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ സ്വധർമ്മത്തിലേക്ക് തിരികെ എത്തുക എന്നുള്ളത് മാത്രമായിരിക്കും ഇനി ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവർക്ക് ആനുകൂല്യം വേണ്ടവർക്ക് അത് കിട്ടാനുള്ള മാർഗം. മറ്റൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് വലിയ സാധ്യതയില്ല എന്ന് കോടതി പറയുന്നതും FCRA ഭേദഗതി ബില്ല് കൂടി പാസ്സാകുന്നതോടുകൂടി ഇതിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലരും സ്വധർമ്മത്തിലേക്ക് തിരികെ എത്താനുള്ള നീക്കം നടത്തുമെന്ന കാര്യത്തിന് സംശയമൊന്നുമില്ല. എന്തായാലും നമുക്ക് പരമോന്നത നീതിപീഠത്തിൽ നിന്നുണ്ടായ ഈ വിധി വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ്, വളരെ ആശാവഹമാണ്. ആ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം.